നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കുന്ന ഒരു കഥ വേണം. നിങ്ങളെപ്പോലെ ഞാൻ ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നിട്ട് അരുതാത്തത് ഞാൻ ചെയ്തു പോയിന്നൊരു കഥ. ഈ ഭ്രാന്തല്ലാതെ ഇതിന് മറ്റൊരു പരിഹാരമില്ല. ഇതല്ലാതെ ഇതിന് മറ്റൊരു പരിഹാരമില്ല. അമ്മാവൻ പേടിക്കണ്ട. നാളെ നിശ്ചയിച്ച മുഹൂർത്തത്തില് വീണയുടെ കഴുത്തില് ഞാൻ താലി കെട്ടിക്കോളാം. യോഗ്യതയുടെ അളവ് നോക്കിയ എന്റെ മോൻ ഒരുപാട് ഉയർത്തില്ല. ഇങ്ങനെ ഒരു നാണക്കേട് ചുമക്കാൻ ഈ അമ്മാവൻ സമ്മതിക്കില്ല മോനെ. അവൾ എവിടെയെങ്കിലും പോയി ചത്തോട്ടെ, ഒടുങ്ങിക്കോട്ടെ. നാശം പിടിച്ചവള്. എന്നിട്ട് ഒരു നേരം സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ അമ്മാവന്? ഒരു ദിവസം കണ്ണടച്ച് ഉറങ്ങാൻ പറ്റുമോ? ഇതിപ്പോ ഞാനും അമ്മാവനും വീണയും മാത്രം അറിയുന്ന ഒരു രഹസ്യം. അതിപ്പോ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരുന്നോട്ടെ. ആളുകളൊക്കെ കൂവി വിളിച്ചോട്ടെ, അപമാനിച്ചോട്ടെ. പക്ഷെ അതിനേക്കാളും ഒക്കെ അപ്പുറത്താ അമ്മാവനോടുള്ള എന്റെ കടമ. അത് ഞാൻ ചെയ്യും. എന്റെ പൊന്നുമോനെ, വിധി ഇങ്ങനെയൊക്കെ ആയിരിക്കും അമ്മാവ. ഇതാ നമ്മുടെ വിധി. കുട്ടികളെയൊന്നും കൊണ്ടുവന്നില്ലേ? മോനെ മോളെ സ്കൂളിലാക്കിയിട്ട് ഞാനിങ്ങോട്ട് വന്നേ. ജ്യൂസ് കഴിച്ചിരുന്നല്ലോ അല്ലേ? നമുക്കിപ്പോ ഇറങ്ങാം. കാര്യങ്ങൾ എന്തെങ്കിലും ഭംഗിയായിട്ട് നടക്കും. രഘു, മേനോൻ ചേട്ടനോ? മേനോൻ ചേട്ടനെ കണ്ടില്ലെന്ന് ഞാനിപ്പോ സുജാതോട് പറഞ്ഞതേ ഉള്ളൂ. അത് താനൊരു വെറും വാക്ക് പറഞ്ഞാണെന്ന് എനിക്കറിയാം. ആര് പറഞ്ഞു ഭംഗിവാക്കാണെന്ന്? സുജാതേ, നീ വന്നേ. രഘുവേട്ട ഇപ്പൊ വരാം. വരുന്നേ. ആരൊക്കെയായത്? രഘുവേട്ടൻ ഇപ്പൊ ചോദിച്ചതേ ഉള്ളൂ. അതാണ്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? സമ്മതിച്ചു. അല്ല, മോളും മരുമോനും ഒന്നും വന്നില്ല? അവര് നേരെ മണ്ഡപത്തിലേക്ക് വരും സുജാതെ. ഞങ്ങള് നേരെ ഇങ്ങ് പോന്നേ ഉള്ളൂ. ശരി, ഇരിക്കൂ. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. വാ, ശരി. എപ്പോഴാ ഇറങ്ങിയത്? ആദ്യമായിട്ട് കല്യാണം കഴിക്കാൻ പോകുന്നതിന്റെ ടെൻഷനാണോ? എന്റെ ഏട്ട, ഈ സമയത്ത് കെട്ടാൻ പോകുന്ന ആണായാലും പെണ്ണായാലും കണ്ണാടിയിൽ നോക്കി ഓരോ മിനുക്ക് പണികളും നടത്തിക്കൊണ്ടേയിരിക്കും. അല്ലാതെ നഖവും കടിച്ച് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും. താഴെ ബന്ധുക്കളൊക്കെ വന്നു. കൂടുതൽ ആളുകളും മണ്ഡപത്തിലേക്ക് നേരിട്ടല്ലേ വരുന്നേ. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. സാറാമ്മയുടെ അടുത്തുണ്ടല്ലേ? കൊള്ളാലോ. അല്ലെങ്കിൽ ഏട്ടന് സാറെ കണ്ണെടുത്താ കണ്ടുകൂടാത്തതാണല്ലോ. പക്ഷെ കല്യാണ ദിവസം സാറ വേണം. സത്യത്തിൽ ഇതാ റിയൽ ഫ്രണ്ട്ഷിപ്പ്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തുകോഴികളെ പോലെ നടന്നിട്ട് ഉള്ളിന്റെ ഉള്ളില് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ്. ഞാൻ സാറെ കണ്ടില്ല, ഞാനൊന്ന് പോയി നോക്കട്ടെ. വേണ്ട. സോമൻ, ഹലോ. ഹലോ. എടാ, നിനക്ക് മനസ്സിലായില്ലേ നമ്മുടെ സോമൻ ചേട്ടൻ? പിന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെ? സുഖമായിട്ട് പോകുന്നു. ഭംഗിയായിട്ട് പോകുന്നു അല്ലേ? അതെ.
എന്നാ സാറേ? സാറ് ഈ സമയമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ നിനക്ക്? സാറയും ശ്രുതിയും അവരുടെ അച്ഛനും കൂടെ ചേർന്ന് കല്യാണം മുടക്കാനുള്ള എന്തോ ഒരു ഏർപ്പാടുണ്ടാക്കിയിട്ടുണ്ടെന്ന്. கல்யாணம் முடக்கான சாரு பயப்படாதீங்க சார். அந்த கல்யாண மண்டபத்தோட பரிசரத்து யாராவது வந்தா அவரை கால் நான் தள்ளி பிடிக்கும். അതിനുള്ള ആൾക്കാർ നമ്മ കൂടെ ഇരിക്കും. എനിക്ക് പേടിയുണ്ടോ ശരവണ? സാറേ, നിത്യ മേഡത്തെ സാർ സ്നേഹിച്ചു തുടങ്ങിയപ്പോ ഞാൻ എന്നെ சொன்னேன், எனக்கு உயிர் இருந்தா നിങ്ങളുടെ കല്യാണം നടക്കും. അതെപ്പറ്റി കവല വേണ്ട സാർ. മണ്ഡപത്തിൽ അതിന് ചുറ്റുമൊക്കെ നിന്റെ ശ്രദ്ധ ഉണ്ടാവണം. എനിക്ക് എല്ലായിടത്തും ഓടിയെത്താൻ പറ്റിയൊന്നും വരില്ല. വിടുങ്ക സാർ, അതെല്ലാം ഞാൻ പാത്തുக்கிறேன். ആ മോനെ ജീവ, നമുക്ക് ഇറങ്ങാനുള്ള സമയമായി. നിനക്കെന്താ ഒരു ടെൻഷൻ പോലെ? ടെൻഷൻ ഇരിക്കും സാർ, മാരേജ് താനേ, അത് ഇരുന്നാ താ ഒരു രസം. സുജാതെ, നമുക്ക് ഇറങ്ങാൻ നേരെ കേട്ടോ. സദാനന്ദ വേണ്ട, ഞാനിപ്പോ വരാം. എന്താ ഇന്നലെ കാണിച്ചു കൂട്ടിയ മതിയായില്ലേ എനക്ക്? ഇനി എന്തെങ്കിലും മുടക്കം ഉണ്ടാക്കാനുണ്ടോ? ഞാനിപ്പോ എത്ര പറഞ്ഞാലും ഏട്ടന് കാര്യങ്ങൾ മനസ്സിലാവില്ല. പക്ഷെ അത് മനസ്സിലാക്കുമ്പോ ഏട്ടന് വേദനിക്കും. മുഹൂർത്തത്തിന് ഇനിയും സമയമുണ്ടല്ലോ. ഈ വിവാഹം മുടക്കാൻ എന്നെ കൊണ്ടാവുന്ന വിധം ഞാൻ ശ്രമിക്കും. ഞാൻ ക്ഷണിച്ചു വരുത്തിയ കുറെ ആളുകളോട് ഇരിപ്പുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ ഈ വയ്യാത്ത കൈ നിന്റെ മുഖത്ത് വീണേനെ. ചെറിച്ചും കല്യാണത്തിന് വരുന്നില്ലേ? എല്ലാവരും കൂട്ടി വരണം. എല്ലാവരുടെയും അനുഗ്രഹത്തോടെ എനിക്ക് മണ്ഡപത്തിലേക്ക് കയറണം. ചെറിയച്ചനോട് ക്ഷമിക്കുമോളെ. ഈ കല്യാണത്തിന് വേണ്ടി നിന്നെ അനുഗ്രഹിക്കാൻ എനിക്ക് പറ്റില്ല മോളെ. ചെറിയച്ചനോട് വരാൻ അച്ഛൻ പറഞ്ഞില്ലേ? ചെറിയച്ഛൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് നിന്റെ കല്യാണം മുടക്കാൻ. ഭ്രാന്ത എല്ലാവർക്കും. ആ, നമുക്കിറങ്ങാം മോളെ. ഇവരൊക്കെ തോൽപ്പിച്ചാലും ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ നിന്റെ അമ്മയുടെ ആത്മാവും. അത് മതി നമുക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.